പാടില്ല എന്നും, ഇനി അഥവാ വരുന്നു എങ്കിൽ അത് വിശ്വാസികളുടെ അഭിമാനത്തിന് ക്ഷതം വരുമ്പോൾ മാത്രമാണ് എന്നും ഉള്ള തിരിച്ചറിവ് നമ്മുടെ മക്കൾക്കുണ്ടാകണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഒരു പിതാവിന്റെ അവസ്ഥയെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾ നോക്കൂ, സെയ്ദ് ബിൻ സാബിത്ത് എന്ന് പറയുന്ന ഒരു 13 വയസ്സുകാരൻ കുട്ടി, 13 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്താ ആവശ്യം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തെ കിറാമും സത്യനിഷേധികളായ കുഫാറുകളോട് ഏറ്റുമുട്ടിയ ഒന്നാമത്തെ യുദ്ധം ഏതാ? ബദർ യുദ്ധം. ആ ബദർ യുദ്ധത്തിന് മൂപ്പർക്ക് പോകണം. 13 വയസ്സേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് അണികളെ ഇങ്ങനെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നേരത്തെ ഈ കുട്ടി വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അള്ളാഹുവിന്റെ റസൂലെ, എന്നെ അങ്ങക്ക് ഞാനിതാ ദാനം നൽകിയിരിക്കുന്നു, അങ്ങ് സ്വീകരിച്ചാലും. 13 വയസ്സുള്ള ഒരു കുട്ടിയെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ കാണാൻ കഴിയില്ലേ? നമുക്കൊക്കെ ഇല്ല അങ്ങനത്തെ കുട്ടികൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാം, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങ് മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടിയെ കാണാൻ നോക്കുമ്പോൾ അവന്റെ അത്രയും വലുപ്പമുള്ള ഒരു വാളും കൈ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, എന്നെ അങ്ങേക്ക് ദാനം നൽകിയിരിക്കുന്നു, അങ്ങ് സ്വീകരിച്ചാലും. ഈ പുറപ്പെടുന്ന യുദ്ധത്തിൽ മുന്നണിയിൽ എന്നെയും ഉൾപ്പെടുത്തണം പ്രവാചകരെ, എനിക്കും ശത്രുക്കളുമായി നേരിടണം. ഒരു കുട്ടിയുടെ മനസ്സാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ അടുത്ത് വിളിച്ച് വളരെ വളരെ സ്നേഹത്തോടു കൂടി തടവിക്കൊണ്ട് പറഞ്ഞു, മോനെ, നിനക്കതിന് പ്രായമായില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയോട് പറഞ്ഞു. വിങ്ങി പൊട്ടിക്കൊണ്ട് ആ കുട്ടി തൻ്റെ മാതാവിൻ്റെ അടുത്തേക്ക് പോയി. ഉമ്മയെ നോക്കണം നിങ്ങൾ. ഉമ്മാക്ക് വല്ലാത്ത സങ്കടമായി. കാരണം തൻ്റെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയത്. അപ്പോ എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിന്നിട്ട് റസൂലിന്റെ അംഗീകാരത്തോടു കൂടി ഈ യുദ്ധരണാങ്കണത്തിലേക്ക്, ഈ സൈന്യത്തിലൊക്കെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്ത് നിന്ന് പോകാമായിരുന്നുവല്ലോ. പക്ഷെ എൻ്റെ ഭർത്താവില്ലല്ലോ. ആ സ്ഥാനം എൻ്റെ കുട്ടിക്ക് അള്ളാഹുവിന്റെ റസൂൽ അനുവദിക്കുമെന്ന് വിചാരിച്ചാണ് തൻ്റെ കുട്ടിയുടെ ഇംഗിതത്തിനനുസരിച്ച് ആ കുട്ടിയെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. ഉമ്മ ആ കുട്ടിയെ മാറോടണിച്ചിട്ട് പറഞ്ഞു, മോനെ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരസ്കരിച്ചതിൽ ആ കുട്ടിയേക്കാൾ നൊമ്പരം ആ മാതാവിനുണ്ടായിരുന്നു എന്നർത്ഥം. എൻ്റെ സഹോദരന്മാരെ, ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഇതൊന്നൊരു ക്ലാസ്സും കാര്യങ്ങളൊന്നുമല്ല. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. നമ്മുടെ ഉമ്മ ആരാ? നമ്മുടെ കുട്ടി ആരാ? നമ്മുടെ ഉമ്മ ആരാവണം? നമ്മുടെ കുട്ടി ആരാവണം? നമ്മുടെ ഭാര്യ ആരാവണം? നമ്മുടെ ഭർത്താവ് ആരാവണം? ഇവിടെയാണ് നമുക്കൊരു ഉന്നതമായ ഒരു ചിന്തയും ലക്ഷ്യവും നമ്മുടെ മുമ്പിൽ ഉണ്ടാകണമെന്ന് പറയുന്നത്. ഇത്തരം ഒരു ഉമ്മയെ നിങ്ങൾ അന്ന് ആലോചിച്ച് നോക്കൂ. ഇനി പറഞ്ഞു, മോനെ, ഏതായിരുന്നാലും യുദ്ധത്തിൽ നിന്ന് അള്ളാഹിന്റെ റസൂൽ പ്രായമാകാത്തോണ്ടല്ലടാ നിന്നെ ഒഴിവാക്കിയത്, റസൂൽ ന്യായം കൊണ്ട് ഒഴിവാക്കിയതാ. എന്നാലും നിന്നെ അള്ളാഹിന്റെ റസൂലിനെ എടുക്കാമായിരുന്നു, എന്തെങ്കിലും ഒരു സഹായത്തിന് ഉപകരിക്കുമായിരുന്നല്ലോ. എനിക്ക് നീ ആ യുദ്ധ മുന്നണിയിലൂടെ ഇങ്ങനെ പോകുന്നത് കാണാൻ എന്തൊരു കൊതിയുണ്ടായിരുന്നു. അത് നടന്നില്ല. ഈ കുട്ടി ഉമ്മയോട് പറയണം, ഉമ്മ, എന്നാ ഇനി ഏതായിരുന്നാലും യുദ്ധത്തിനുള്ള പ്രായം എനിക്ക് ആയിട്ടില്ലല്ലോ, എന്നാ എനിക്ക് കുറെ പഠിക്കണം. അതിനെന്താ ഒരു മാർഗം? എനിക്ക് പഠിക്കണം. അപ്പോ ഉമ്മ തൻ്റെ ആങ്ങളമാരെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങൾ റസൂലിനോടൊന്ന് പറയും, ഏതായാലും ഇപ്പൊ യുദ്ധമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നല്ലോ, നിങ്ങൾ റസൂലിനോടൊന്ന് പറയും, എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ അതിയായ മോഹമുണ്ട്, അത് അള്ളാഹിന്റെ റസൂലിനെ എങ്ങനെയെങ്കിലും ഒന്ന് തെര്യപ്പെടുത്തി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കുട്ടിയെ കൊണ്ടുപോയി തൻ്റെ ആങ്ങളമാർ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടിരുത്തിയിട്ട് പറയാണ്, അള്ളാഹിന്റെ റസൂലെ, ഈ കുട്ടിക്ക് പഠിക്കണമെന്നുണ്ട്, അവന് 15 സൂറത്ത് കാണാതെ പഠിച്ചിട്ടുണ്ട്, അത് അങ്ങ് ഓതിക്കൊടുത്തതുപോലെ തെറ്റില്ലാതെ ഓതാൻ ഈ കുട്ടിക്ക് അറിയാം, അങ്ങൊന്ന് ഓദിച്ചു നോക്കിയാലും എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ കൊണ്ട് ഈ സൂറത്തുകൾ അങ്ങനെ ഓദിപ്പിച്ചു. അള്ളാഹിന്റെ റസൂലിന് ഇവർ പറഞ്ഞതിനേക്കാളും ഈ കുട്ടി മിടുക്കനാണ് എന്ന് തോന്നി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂതന്മാരുടെ ഭാഷയും സുറിയാനി ഭാഷയും ആ കുട്ടിയോട് പഠിക്കാൻ പറഞ്ഞു. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടത് പഠിച്ചു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വഹി എഴുതുന്ന ഒരാളാക്കി മാറ്റി ആ കുട്ടിയെ. എന്താണ് നമ്മുടെ ലക്ഷ്യം സഹോദരന്മാരെ?
നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യം എന്താണ്? എത്രത്തോളം ഉണ്ട് നമ്മുടെ ലക്ഷ്യം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കട്ടെ എന്നൊക്കെ. നമ്മൾ പാവങ്ങളാണ്, നമുക്കതിനെപ്പറ്റി അറിയില്ല. നമ്മുടെ ആദർശത്തിന്റെ മഹിമയോ നമ്മുടെ കയ്യിലുള്ള വേദഗ്രന്ഥത്തിന്റെ മഹത്വമോ നമുക്ക് മാതൃകായോഗ്യനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാഹാത്മ്യമോ സത്യത്തിൽ നമ്മൾ ഗ്രഹിച്ചിട്ടില്ല. വളരെ തുലം മാത്രമാണ് ഗ്രഹിച്ചത്. പക്ഷെ നമുക്കൊരു ആഗ്രഹമുണ്ട്. എന്താണ്? അതുപോലെയൊക്കെ ഒന്ന് ആയിത്തീരണമെന്ന്. ആ നിയ്യത്ത് അള്ളാഹു സ്വീകരിക്കും. ആഗ്രഹം നമുക്കുണ്ടാവണം. അത്തരത്തിലുള്ള ആഗ്രഹം നമ്മൾക്കുണ്ടാകണം. ആ കുട്ടിയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യപ്രകാരം ഖുർആൻ ക്രോഡീകരിക്കുന്നതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാരുടെ നേതൃത്വത്തിൽ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് അതിന് നേതൃത്വം നൽകുന്നത്. തീർന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ലോകത്ത് ഇസ്ലാം ധാരാളക്കണക്കിന് പ്രദേശങ്ങളിൽ വ്യാപിക്കുകയും ഖുർആൻ പല രൂപത്തിൽ പല ആളുകൾ പല കോപ്പികൾ വെച്ചുകൊണ്ട് പാരായണം ചെയ്യുകയും ചിലപ്പോൾ നീട്ടാനുള്ളിടത്ത് നീട്ടുകയില്ല, ചില സന്ദർഭത്തിൽ അക്ഷരങ്ങൾ മാറുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ ഖിറാഅത്തുകളും പാരായണങ്ങളും കോപ്പികളും ഉണ്ടായപ്പോൾ ഇതൊരു പ്രശ്നമായി തീർന്നപ്പോൾ ആ കോപ്പികളെ ഒന്നിച്ച് ഒരു ഒറ്റ കോപ്പിയാക്കിയിട്ട് ഉസ്മാനി കോപ്പിയാക്കി മാറ്റുന്നതിന് വേണ്ടി നേതൃത്വം നൽകിയത് ഇക്കുട്ടിയാണ്, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിൽ ഖിയാമത്ത് നാൾ വരെ നമ്മൾ വായിക്കപ്പെടുന്ന ഒരു പേരായിത്തീരുന്നത് അക്കുട്ടിയെയാണ്. ആ മാതാവിന്റെ കൂലി ഒന്നാക്കിയത്. ആ മാതാവ് ആരായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്? ആ മാതാവ് ആരായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചോക്കുന്നു? നവാർ ബിന്ദു മാലിക് അവരുടെ ആ മാനസികമായ ആ സന്തോഷത്തെ നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പൊ ഈ രൂപത്തിൽ പിന്നെ നമ്മുടെ മക്കൾ വളർന്നു വരണം. അതിന് ആദർശം വേണം. ആദർശം ഉണ്ടാകുമ്പോഴേ ഈ തോന്നൽ കുട്ടികളിലാണ് ഈ പറയുന്നത്. ഒരു 10 വയസ്സുകാരൻ കുട്ടിയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരു 10 വയസ്സുകാരനായ കുട്ടി ഉമൈർ ബിൻ സാദ്. 10 വയസ്സേ ഉള്ളൂ ആ കുട്ടിക്ക് കേട്ടോ. 10 വയസ്സുകാരനാണ്. അവന്റെ വാപ്പയില്ല, വളർത്തു പിതാവ് ജൂലാസാണുള്ളത്. പക്ഷെ പിതാവില്ലാത്ത ആ പിതാവിന്റെ അഭാവം അസാന്നിധ്യവും അറിയിക്കാതെയാണ് ജൂലാസ് ആ കുട്ടിയെ വളർത്തിയെടുത്തത്. ആരെ? ഉമൈർ ബിൻ സാദ് റളിയല്ലാഹു അൻഹുവിനെ. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ വളർത്തു പിതാവ്. അങ്ങനെ ഇരിക്കെ, അഥവാ അങ്ങേറ്റത്തെ സ്നേഹം എന്ന് പറഞ്ഞാൽ തന്റെ പിതാവില്ലാത്ത കുറവ് അദ്ദേഹം അറിയിച്ചിട്ടില്ല. കുട്ടി എന്താണോ ആവശ്യപ്പെടുന്നത് അത് മുഴുവനും കൊടുക്കുന്ന കുട്ടിയാണ്. പക്ഷെ ഈ കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? അവൻ 10 വയസ്സുകാരനാണ് 9 വയസ്സുകാരനാണ് എന്നതല്ല, അവൻ എപ്പോഴും മുസ്ലിം ആയതിനു ശേഷം അവൻ ഒന്നാമത്തെ സഫിൽ നിസ്കരിക്കാനുണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാമത്തിന്റെ കീഴിൽ നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ ഒന്നാമത്തെ സഫിൽ ഇടം തേടുന്ന കുട്ടിയാണ് ആ കുട്ടി. ഒരിക്കലും പിന്തി നിൽക്കാറില്ല. അങ്ങനെ തബൂക്ക് യുദ്ധം വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൂട്ടരെ, തീക്ഷ്ണമായ ഒരു യാത്ര, ബഹുദൂരം സഞ്ചരിക്കാനുണ്ട്, പ്രതികൂലമായ ഒരു സാഹചര്യവും കാലാവസ്ഥയുമാണുള്ളത്. സാമ്പത്തികമായി ഏറെ ഞെരുക്കം അനുഭവിക്കുന്നുണ്ട് നമ്മൾ. പക്ഷെ ഏറെ സാമ്പത്തികമായ സഹായം ആവശ്യമുള്ളതാണ്. ആയതിനാൽ മുൻകൂട്ടി തന്നെ പറയുന്നു, ഇന്ന ഭാഗത്തേക്കാണ് നമുക്ക് നടക്കാനുള്ളത്, ഇത്രയും കാലത്തെ വഴി ദൂരമുണ്ട്. ആയതിനാൽ അതിന് വേണ്ട എല്ലാം നിങ്ങൾ ഒരുക്കണം. അങ്ങനെ ഓരോരുത്തരും അതിനു വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. എന്താണെന്നറിയോ? ഒരാൾ അയാൾ കിടക്കുന്ന കിടക്ക അങ്ങാടിയിൽ കൊടുന്ന് വെച്ചിരിക്കുന്നു. അത് വിറ്റിട്ട് പടയങ്കി വാങ്ങാൻ. ഇതുപോലെ ഓരോരുത്തരും തന്നാലാവുന്നത് ഓരോന്നും ശേഖരിക്കുകയാണ്. ഈ കുട്ടി അങ്ങാടിയിൽ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ഓരോരുത്തരും അവർക്ക് വേണ്ട യുദ്ധസാമഗ്രികൾ വാങ്ങുന്നു, അതിനുള്ള യാത്രക്കുള്ള സൗകര്യങ്ങൾ, ഇതിനു വേണ്ടി ഈ എല്ലാവരും വ്യാപൃതരായിരിക്കുകയാണ്. അങ്ങനെ മനം കുളിർത്തുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ജൂലാസ് എന്ന് പറയുന്ന സമ്പന്നനായ തൻ്റെ വളർത്തുപിതാവ്, താൻ ഏറെ സ്നേഹിക്കുന്ന ആദരിക്കുന്ന തൻ്റെ വളർത്തുപിതാവ് യാതൊരു അനക്കവും ഇല്ലാതെ ഇരിക്കുന്നു. വല്ലാത്തൊരവസ്ഥയല്ലേ അത്? വീണ്ടും പോകുന്നു. അങ്ങനെ തിരിച്ചു വന്നിട്ട് തന്റെ വളർത്തു പിതാവിനോട് പറയുന്നു, പിതാവേ, ഞാനിന്ന് കണ്ട രംഗം കേൾക്കണോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങാടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിന് വേണ്ടി സന്നാഹം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ചരിത്രം തന്റെ വളർത്തു പിതാവിനെ ഇട്ടുകൊടുത്തുകൊണ്ട് ആ വളർത്തു പിതാവിനെ ഇങ്ങനെ പിന്നെ ഉയർത്തിക്കൊണ്ടുവരികയാണ്, ഇതിന് പ്രേരിപ്പിക്കുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും വരുന്നില്ല എന്ന് ആ മനുഷ്യന് ആ കുട്ടിക്ക് തോന്നുകയാണ്. അവസാനം അദ്ദേഹം പറയാണ്, പിന്നെ ഈ കുട്ടി പറയാണ്, പിതാവേ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിനെ വല്ലാതെ പിന്നെ മതിക്കുന്ന കാര്യങ്ങളാണ്. എത്രയാണെന്നറിയോ? അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഞാൻ ചെന്നു. പള്ളിയിൽ നമസ്കാരം കഴിഞ്ഞ് അള്ളാന്റെ റസൂൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 3-4 ആളുകൾ വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, പിന്നെ ഞങ്ങളെ കൊണ്ടുപോകണം.
ഞങ്ങളെ തബൂക്ക് യുദ്ധത്തിന് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് വാഹനമില്ല, ഞങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങളും ഇല്ല, അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും സൗകര്യങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന് നിവൃത്തിയില്ലല്ലോ എന്ന്. അങ്ങനെ പിതാവേ അവർ കരഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. അവർ കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. സൗകര്യമില്ലാത്തതിന്റെ പേരിൽ, ഒരു വാഹനമില്ലാത്തതിന്റെ പേരിൽ, ഭക്ഷണമില്ലാത്തതിന്റെ പേരിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മയുദ്ധത്തിന് സന്നദ്ധരായി വന്നവരെ തിരിച്ചയക്കുന്ന രംഗമാണ് ഞാൻ കണ്ടത് എന്ന് തന്റെ പിതാവിനോട് അത്രയും ഗൗരവത്തിൽ പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ലഇൻ കാന റജുലു സാദിഖൻ ലനഹ്നു ശർറൻ മിനൽ ഹുംർ. എന്താ പറഞ്ഞതോ, നമ്മളെ ഈ റസൂല് എന്ന് പറയുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, ഇയാൾ പറയുന്നതെങ്ങാനും സത്യമാണെങ്കിൽ, അയാളൊരു സത്യപ്രവാചകനാണെങ്കിൽ നമ്മളെപ്പോലെ നമ്മൾ കഴുതകളെക്കാൾ കഷ്ടമാകുന്നു എന്നൊരു വാക്ക് ഇയാൾ പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇതൊക്കെ ആവേശത്തോടു കൂടി ഈ കുട്ടി തൻ്റെ വളർത്തുപിതാവിനെ അറിയിച്ചപ്പോൾ അവസാനം സഹികെട്ട ഈ മനുഷ്യൻ പറയാൻ, ഇയാൾ വിശ്വാസിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. ഇയാൾ പറയാണ്, ഈ പറയുന്ന മനുഷ്യൻ റസൂല് എന്ന് പോലും അയാൾ പറയുന്നില്ല. എന്താ പറയുന്നത്? ലയിൻകാന റജുലു, ഇമ്മനുഷ്യനാണെങ്കിൽ സാദിക്കൻ, ഇയാൾ പറയുന്നത് സത്യമാണെങ്കിൽ ലനഹ്നു ശർറൻ മിനൽ ഹുമൂർ, നമ്മൾ കഴുതകളെക്കാൾ മോശപ്പെട്ടവരാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഈ കുട്ടിക്ക് വല്ലാത്ത പ്രയാസമായി, മനപ്രയാസമായി. ആരെ പറ്റിയാണ് ഈ പറയുന്നത്? എന്താണ് ഈ പറയുന്നത്? ഏത് സന്ദർഭത്തിലാണ് ഈ പറയുന്നത്? ഇത് ഓർത്തുകൊണ്ട് വല്ലാത്ത മാനസിക പ്രയാസത്തിലായി. ഒരല്പനേരം അദ്ദേഹം, ആ കുട്ടി തലയും താഴ്ത്തി ഇരുന്നതിന് ശേഷം തൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അങ്ങ് എനിക്ക് ഏറ്റവും ഈ ദുനിയാവിൽ കേട്ടോ, ഇന്നക ലമൻ അഹബ്ബുന്നാസി ഇലയ്യ, ജനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് അങ്ങ്. തൻ്റെ വളർത്തുപിതാവിനോട് പറയാ, ജനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാണ് അങ്ങ്. പക്ഷേ അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രവാചകനെ പറ്റിയാണ് നിങ്ങൾ ഈ വാക്ക് പറഞ്ഞിരിക്കുന്നത്. ഞാനെങ്ങാനും ഈ വാക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ചെന്ന് പറഞ്ഞാൽ അത് എൻ്റെ വളർത്തുപിതാവിനോട്, ഞാൻ ഏറെ സ്നേഹിക്കുന്ന വളർത്തുപിതാവിനോട് ചെയ്യുന്ന അനീതിയായിരിക്കും. ഞാനെങ്ങാനും ഇത് അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ പറയാതിരുന്നാൽ ഞാൻ പിന്നെ എന്ത് ആദർശമുള്ളവനാണ്? എൻ്റെ ആദർശം എന്താണ്? ഞാൻ പിന്നെ എന്താണ്? എന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടും. ആയതിനാൽ എന്റെ പൊന്നു വളർത്തുപിതാവേ, ഞാൻ ഇത് അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ പറയാൻ പോകുന്നു. അങ്ങേക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അങ്ങ് കണ്ടെത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ചെന്നിട്ട് ഈ കുട്ടി അവിടെ ചെന്നിട്ട് ഈ കാര്യം ഉമൈർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തിട്ട് പറഞ്ഞു, എൻ്റെ പിന്നെ വളർത്തുപിതാവായ ജൂലാസ് ഈ രൂപത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. അങ്ങനെ അവിടെ ഇരുത്തിയതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂലാസിനെ വിളിക്കാൻ വേണ്ടി ആളെ പറഞ്ഞയച്ചു. അങ്ങനെ ജൂലാസ് വന്നപ്പോഴേക്ക് തന്നെ വന്ന് അവിടെ ഇരുന്നതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇങ്ങനെ പറഞ്ഞു എന്ന് ഈ കുട്ടി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ജൂലാസ് ഉടനെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു, വല്ലാഹി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അവൻ കളവ് പറഞ്ഞാണെന്ന്. ഇത് കേട്ടതോടുകൂടി ആ പാവം കുട്ടിയുടെ മുഖം മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജൂലാസിനെയും അതുപോലെ തന്നെ ഈ കുട്ടിയെയും നോക്കി. കൂട്ടത്തിലിരിക്കുന്ന ചില സഹാബിമാർ പറഞ്ഞു, നന്ദി കെട്ട കുട്ടി, ബാപ്പയില്ലാതെ അനാദിയായി ജീവിച്ചിരുന്ന ആ കുട്ടിയെ ഇയാൾ എങ്ങനെ എത്ര മാന്യമായിട്ടാണ് നോക്കി വളർത്തിയത്, എന്നിട്ട് അതിനുള്ള നന്ദിയപ്പം ആ കുട്ടി കാണിച്ചത് എന്ന് പറഞ്ഞു. ഇതും കൂടി ആയപ്പോഴേക്കും ആ കുട്ടി വല്ലാതെ തളർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ മുഖത്തേക്കും ജൂലാസിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. പ്രവാചകന്റെ നെറ്റിത്തടം വിയർത്തു. വഹിയിന്റെ രംഗമാണ് വരുന്നത്. ആ ഇരിപ്പിൽ വന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു ഇറക്കിയ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, യഹ്ലിഫൂന ബില്ലാഹി മാ ഖാലൂ, അവരങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഇതാ അവർ സത്യം ചെയ്യുകയാണ്. വല്ലാഹി പടച്ചവനാണ്, ഞങ്ങളത് പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയാണ്. വലഖദ് ഖാലൂ കലിമത്തുൽ കുഫർ, അല്ല അവർ പറഞ്ഞിട്ടുണ്ട്, നിഷേധത്തിന്റെ നന്ദികെട്ട വാക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. വകഫറൂ ബഅദ ഇസ്ലാമിഹിം, അവരുടെ ഇസ്ലാമിന് ശേഷം അവർ കുഫറിലേക്ക് പോയിട്ടുണ്ട്, നിഷേധത്തിലേക്ക് പോയിട്ടുണ്ട്, നന്ദികേടിലേക്ക് അവർ പോയിട്ടുണ്ട്. വഹമ്മൂ ബിമാ ലം യനാലു വമാ നഖമൂ ഇല്ലാ അനാഹുമുല്ലാഹു വറസൂലുഹു മിൻ ഫളിഹി, അല്ലാഹുവും അവന്റെ പ്രവാചകനും അവരെ ധന്യരാക്കി എന്ന ഒരൊറ്റ കാരണത്താലുള്ള നിഗളിപ്പിന്റെ പേരിലാണ് അവർ ഈ രൂപത്തിൽ
ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അവരെങ്ങാനും പാപമോചനം തേടിയാൽ, തൗബ ചെയ്താൽ പടച്ച തമ്പുരാൻ അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ഗൗരവമുള്ള വാക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നോക്കിയങ്ങൾ, ആ കുട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. അള്ളാന്റെ വഹയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇറങ്ങുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, കുട്ടി പറഞ്ഞു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന്. നോക്കി നിങ്ങൾ, അള്ളാന്റെ ആയത്താണ് ഇറങ്ങുന്നത്. എന്നിട്ട് അള്ളാഹു കാരുണ്യത്തിന്റെ വചനമാണ് അവസാനം പറയുന്നത്. എന്താ പറയുന്നത്? അവസാനം പറയുന്നു, ഇനി അവരെങ്ങാനും തൗബ ചെയ്ത് മടങ്ങിയാൽ ലഹും, അത് അവർക്ക് ഖൈറാണ്, ഗുണമാണ്, ഉത്തമമാണ്. കേട്ടപ്പോ തന്നെ ജൂലാസ് പറഞ്ഞു, അള്ളാന്റെ റസൂലേ, പടച്ചോനെ, ഞാൻ തൗബ ചെയ്യുന്നു മടങ്ങുന്നു, ഞാനത് പറഞ്ഞിരിക്കുന്നത് എൻ്റെ അടുത്ത് തെറ്റുപറ്റിപ്പോയതാണ്, അബദ്ധമായി പോയതാണ്. അള്ളാഹുവേ, എനിക്ക് പുറത്തു തരണം, പ്രവാചകരെ എനിക്ക് പൊറുക്കലിനെ തേടണം എന്ന് പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുന്നു. ഓക്കെ, നിങ്ങൾ, അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മക്കൾ നമ്മളെ തിരുത്തുന്നവരായിരിക്കണം. നമ്മുടെ മക്കൾ നമ്മളെ തിരുത്തുന്നവരായിരിക്കണം, നമുക്ക് വഴി കാണിച്ചു തരുന്നവരായിരിക്കണം. നമുക്ക് അഭിമാനത്തോടു കൂടി പിന്നീട് ജൂലാസ് ആ ചെയ്തു പോയ തെറ്റിന് പകരമായി താൻ ഖേദിച്ചു മടങ്ങി തൗബ ചെയ്ത് മടങ്ങിയതിന് ശേഷമുള്ള ശിഷ്ട ജീവിതം, അള്ളാഹുവിന്റെ എല്ലാ രംഗത്തുള്ള ധർമ്മസമരത്തിലും പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഈ കുട്ടിയെ തന്റെ ഒരു പിതാവിന്റെ സ്ഥാനത്ത്, അഥവാ ഉന്നതമായ ഒരു സ്ഥാനത്ത് ബഹുമാനത്തോടു കൂടി കൊണ്ടു നടക്കുമായിരുന്നു എന്ന് ചരിത്രം നമ്മുടെ മുമ്പിൽ പറയുന്നുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് നമ്മുടെ ലക്ഷ്യം? നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? അപ്പോ ഇത് നമ്മുടെ ആദർശത്തിന്റെ ഭാഗമാണ് പറഞ്ഞത്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ കുട്ടികളെ അതിനനുസരിച്ച്, നമ്മുടെ കുട്ടികളെ എന്നല്ല, നമ്മളും അതിന് പാകപ്പെടണം. നമ്മുടെ കുട്ടികളെയും ഉന്നതമായ ഒരു സംസ്കാരത്തിന്റെ, ഉന്നതമായ ഒരു ആദർശത്തിന്റെ വക്താക്കളെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, രണ്ടാമത്തത് ഒന്നുകൂടി വരുമ്പോഴേ അത് പൂർണ്ണമാകുള്ളൂ. രണ്ട് തലങ്ങളിലുള്ള ഇഹ്സാനാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഒന്ന്, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറയുന്ന കാര്യം. എന്താണ്? നമ്മൾ അള്ളാഹുവിലേക്ക്, അള്ളാഹിനെ ഓർക്ക്, പടച്ചോനെ ദിക്റെടുക്ക്, പടച്ചോനെ നന്ദി കാണിക്ക്. ഏതായാലും ഇത്രയൊക്കെ കിട്ടിയില്ലേ, ഇത്രയും കിട്ടാത്ത എത്ര മനുഷ്യന്മാരുണ്ട്, അള്ളാഹു നിന്നെ എത്ര അനുഗ്രഹിച്ചു, പറയൂ നന്ദി, പറയൂ സ്തുതി, പറയൂ ഹംദ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്ക് പടച്ചോനോട്. പടച്ചവനിലേക്ക് തിരി, ക്ഷമിക്ക്. ഈ രൂപത്തിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് ഉച്ചരിച്ചവൻ ആരുണ്ട്? വഅമില സാലിഹൻ, അതനുസരിച്ച് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അതോടുകൂടി തന്നെ ഏകദേശം തീർന്നു, അല്ലേ? അത് രണ്ടുണ്ടായാൽ മതി. ഏത്? ഒന്ന്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, പിന്നെ സൽക്കർമ്മം ചെയ്യുക, പോരാ. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, അതാണ് ഇഹ്സാന്റെ ഏറ്റവും ആദർശ, ഇഹ്സാന്റെ ഏറ്റവും വലിയ ടോപ്പിലുള്ളത്. എന്താണ്? വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണെന്ന് അഭിമാനത്തോട് കൂടി പറയാം. എൻ്റെ നരിയാണിക്ക് മുകളിൽ പാൻറ് ലേശം കൂടിപ്പോയി, ലേശം കയറ്റം കൂടിപ്പോയി എന്ന തോന്നലല്ല. അങ്ങനെ ഒരാൾ ചോദിക്കട്ടെ, എന്നെ ചോദിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ അതിൽ അഭിമാനിക്കുന്ന ആൾ, അത്ര നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ അഭിമാനിക്കുന്ന ആളുകൾ, സഹാബിമാർ അങ്ങനെയായിരുന്നു. നിങ്ങളെ മുഹമ്മദ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന എന്താണ്? മൂത്രമൊഴിക്കേണ്ടത് എങ്ങനെ, കാഷ്ടിക്കേണ്ടത് എങ്ങനെ, ഇതൊക്കെയാണല്ലോ ഇപ്പൊ മുഹമ്മദ് വലിയ കാര്യത്ത് പ്രവാചകൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നില്ലേ എന്ന ചോദ്യത്തിന് സഹാബിമാരുടെ മറുപടി എന്താണെന്നറിയോ? അതെ, അതും ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇനി മലമൂത്ര വിസർജനം നടത്തിയിട്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ അത് കല്ലുകൊണ്ട് ശുദ്ധീകരിക്കാമെന്നും, അതിന് 3 കല്ല് വേണമെന്നും, അതിൽ ചാണകമോ എല്ലിന്റെ കഷ്ണങ്ങളോ പാടില്ല എന്നും റസൂൽ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്ന് ഏറ്റവും ചെറുത് എന്ന് നമുക്ക് തോന്നുന്ന, നിസ്സാരമായ കാര്യമായി തോന്നുന്ന കാര്യം പോലും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകൾ അഭിമാനത്തോടു കൂടിയാണ് കൊണ്ടു നടന്നത്. അതാണ് അവസാനം പറഞ്ഞ ഭാഗം. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഏത് ഘട്ടത്തിൽ ഞാനൊരു മുസ്ലിമാണ്. എൻ്റെ കുട്ടിനെ കണ്ടാൽ ഒരു മുസ്ലിമാണെന്ന് തോന്നും, എൻ്റെ ഭാര്യയെ കണ്ടാൽ ഒരു മുസ്ലിമത്താണെന്ന് തോന്നണം. വേഷത്തിലായിരുന്നാലും, കോലത്തിലായിരുന്നാലും, സംസാരത്തിലായിരുന്നാലും, സംസ്കാരത്തിലായിരുന്നാലും. ഇനി രണ്ടാമത്തെ ഇഹ്സാൻ എന്താ? ഈ ദഫഅ ബില്ലതി അഹ്സൻ ഫൈദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയുൻ ഹമീം. സഹോദരന്മാരെ, ഇതും കൂടി ഉണ്ടല്ലോ, ഈ ലോകത്ത് മുസ്ലിങ്ങളെല്ലാം ലോകത്ത് വരാറില്ല. ഭൗതികമായും ആത്മീയമായും മുസ്ലിങ്ങളെ വെല്ലാൻ ആരുമില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് കൂടി ഉണ്ടെങ്കിൽ എന്താണ്? ഇദ്ഫഅ ബില്ലതി അഹ്സൻ, ഏറ്റവും നല്ലത് കൊണ്ട് നീ പ്രതികരിക്കണം. ഏറ്റവും നല്ലത് കൊണ്ട് പ്രതികരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുക, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ വന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചീത്ത വിളിക്കുന്നു. ശകാരം തന്നെ ശകാരം, അനാവശ്യമായി പറയാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വെച്ചിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടുന്നില്ല,
ഒന്നും മിണ്ടുന്നില്ല. ഇയാള് മിണ്ടാതിരിക്കും തോറും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിണ്ടാതിരിക്കും തോറും ഈ മനുഷ്യൻ ഉച്ചത്തിൽ അദ്ദേഹത്തെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറുപടി ഒന്നും പറയുന്നില്ല. ഇത് കണ്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. ഇയാൾ വീണ്ടും പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ടിരുന്നു. അബൂബക്കർ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഇയാള് പറഞ്ഞ് അവസാനം അബൂബക്കർ റളിയല്ലാഹു അൻഹു മനുഷ്യനല്ലേ അബൂബക്കർ റളിയല്ലാഹു അൻഹു ദേഷ്യം പിടിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വാക്ക് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം വിവരണമായി. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഒറ്റ വാക്കേ പറഞ്ഞിട്ടുള്ളൂ. അതിന് മുമ്പ് എത്രയോ സമയം ആ മനുഷ്യൻ അദ്ദേഹത്തെ ശകാരിക്കായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്ന് ചിരിക്കായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് മറുപടിയായി ഒരു വാക്ക് ഉച്ചരിച്ചപ്പോഴേക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മുഖം എഴുന്നേറ്റ് പോയി. അവിടെ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്കറിയാലോ, നമ്മൾ കേട്ടിട്ടുള്ളെങ്കിലും അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ ആ എന്താ പറയുക, ആ ലാളിത്യം അദ്ദേഹത്തിന് വല്ലാത്ത വിഷമായി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഓടി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, അയാൾ എന്നെ ഈ രൂപത്തിൽ ചീത്ത പറയുമ്പോൾ അങ്ങ് ചിരിക്കായിരുന്നില്ലേ? എന്നിട്ട് ഞാനൊരു വാക്ക് ഉച്ചരിച്ചപ്പോഴേക്കും അങ്ങ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നല്ലോ, എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കർ, ആ മനുഷ്യൻ താങ്കളെ ചീത്ത പറയുമ്പോഴും താങ്കൾ മിണ്ടാതിരുന്നല്ലോ അല്ലേ? ആ മിണ്ടാതിരിക്കുമ്പോഴൊക്കെയും താങ്കളുടെ ഭാഗത്ത് ഇരുന്നു കൊണ്ട് ഒരു മലക്ക് അയാൾക്ക് മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നു. അബൂബക്കർ, അതിന് മറുപടി പറയാൻ വേണ്ടി താങ്കൾ വാ പിളർന്നപ്പോഴേക്കും, വാ പൊളിച്ചപ്പോഴേക്കും, വാ തുറന്നപ്പോഴേക്കും ആ മലക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ആ സ്ഥാനത്ത് ഇബ്ലീസ് വന്നിരിക്കുകയും ചെയ്തു. ഇബ്ലീസ് ഇരിക്കുന്ന സദസ്സിൽ നമ്മൾ ഇരിക്കില്ല, അതുകൊണ്ട് എഴുന്നേറ്റ് വന്നാണ്. പോരെ സഹോദരന്മാരെ, പോരെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മഹത്തായ കാര്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാന്നറിയാം നിങ്ങൾക്ക്? 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെടാവുന്ന മഹാവ്യക്തിത്വമാണ്. പക്ഷെ മനുഷ്യനാണ് സംഭവിച്ചു പോകും. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ അതിനെ നേരിട്ടത് എങ്ങനെ നോക്കി നിങ്ങൾ? ഇത് ഓർമ്മയുള്ള ഈ കേട്ട ആളുകളിൽ ആർക്കെങ്കിലും ഇനി ആരെങ്കിലും തെറി പറഞ്ഞാൽ തിരിച്ചു പറയാൻ തോന്നുമോ? കാരണം അതിന് മറുപടി പറയുന്നുണ്ടെന്ന്. അവൻ എത്രയോ പറയട്ടെ, 1 മണിക്കൂർ പറയട്ടെ, പിന്നെ ജന്മത്തിൽ അവൻ നമ്മളെ പറയില്ല. കാരണം അതിനുള്ള മറുപടി മലക്ക് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അവൻ എവിടെ വെച്ച് നമ്മളെ കാണുന്നോ ബഹുമാനത്തോടു കൂടിയല്ലാതെ അവന് നമ്മളെ കാണാൻ കഴിയില്ല. പക്ഷെ ആ ഒരു വാക്ക് മതി, അവസാനത്തിലൊരു വാക്ക് മതി നമ്മളിൽ നിന്ന് വരുന്നത്. ഇനി അതുപോലെ ഇത് നമ്മളെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. ഹുസ്നുൽ ഖുലുഖ് അസ്ഖലു ശൈഇൻ ഫിൽ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി ഖുലുഖുൻ ഹസൻ. ഖിയാമത്ത് നാളിൽ അവന്റെ തുലാസിൽ നമുക്ക് കനം തൂങ്ങലാണല്ലോ ആവശ്യം അല്ലേ? നാളെ പരലോകത്ത് നന്മയുടെ തുലാസ് കനം തൂങ്ങണം. എന്താണ് മാർഗം? സൽസ്വഭാവം നമ്മൾ ഉണ്ടാക്കി തീർക്കണം. ഹുസ്നുൽ ദന്ന് മിൻ ഹുസ്നിൽ ഇബാദ, ഏറ്റവും നല്ല ഒരു ചിന്ത ഏറ്റവും നല്ലൊരു ഇബാദത്താകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അപ്പോൾ ഉന്നതമായ ഒരു സംസ്കാരത്തിൽ, ഉന്നതമായ ഒരു ആദർശത്തിൽ ഇത് രണ്ടും ഔന്നത്യത്തോടു കൂടി നമ്മൾ ലക്ഷ്യം വെക്കുകയും നമ്മുടെ കുടുംബത്തെ അതനുസരിച്ച് അതേ രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. പരലോകത്തേക്ക് വേണ്ടിയായിരിക്കണം ആ മത്സരങ്ങളൊക്കെയും. അവിടെ നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരെ രക്ഷപ്പെടുത്തുന്നത് ഒരു പക്ഷേ തൽക്കാലം അവരുടെ അഭിമാനത്തിന് ക്ഷതം വന്നാൽ പോലും അവരെ രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശമായിരിക്കണം നമുക്കുണ്ടാകുന്നത്. മറ്റൊരാളോട് നമ്മൾ പ്രതികരിക്കുന്ന നേരത്ത് പരലോകത്ത് എനിക്കിതിന്റെ കൂലി നഷ്ടപ്പെടരുത് എന്നായിരിക്കണം. അതോടുകൂടി തന്നെ നിങ്ങൾ നോക്കി, യഥാർത്ഥത്തിൽ ഇദ്ഫാ ബില്ലത്തി ഈ അഹ്സൻ എന്നാ പറഞ്ഞത്. ഈ അഹ്സൻ എന്ന് പറഞ്ഞതിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ, എന്നെ ഒരാൾ ചീത്ത പറഞ്ഞാൽ, എന്നെ ഒരാൾ കുറ്റം പറഞ്ഞാൽ, എന്റെ അസാന്നിധ്യത്തിലാകട്ടെ, എന്റെ മുമ്പിൽ വെച്ചിട്ടാകട്ടെ, പടച്ചോൻ എനിക്ക് പുറത്തു തരട്ടെ എന്ന് പറയാനുള്ളൊരു കഴിവ് ഞാൻ തിരിച്ചു പറയുന്നില്ല, പോട്ടെ. മാത്രമല്ല അള്ളാഹു നിനക്ക് പുറത്തു തരട്ടെ എന്ന് പറയാനുള്ളൊരവസരം. എന്നെ ഏറ്റവും നിർണായകമായ അടിയന്തര ഘട്ടത്തിൽ പോലും സഹായിക്കാതെ നിന്ന എൻ്റെ സുഹൃത്ത്, അവനൊരു പ്രയാസം വരുന്നു, പടച്ചോനെ അവൻ കുടുങ്ങാൻ പാടില്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവന് വേണ്ടി പ്രവർത്തിക്കുന്നു, അവനെ സഹായിക്കുന്നു. അതാണ് ഇദ്ഫാ ബില്ലത്തി അഹ്സൻ. ഈ മഹത്തായ ശ്രേണിയിൽ കൂടി നമ്മൾ നമ്മുടെ കുടുംബത്തെ കൊണ്ടുവന്നാൽ അത്തരം ഒരു സമൂഹത്തിന് അള്ളാഹു എന്ത് ചെയ്യും? അവിടെ അള്ളാഹു വയുംദിദുക്കും ബി അംവാലിൻ വബനീന അല്ലേ, വയജഅലക്കും അൻഹാറ വയജഅലക്കും പിന്നെ എന്താ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ
ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാർ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറ മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിനെ അറിയണം, ആ ആദർശത്തിന്റെ മഹത്വം അറിയണം. അള്ളാഹുവിന് വേണ്ടി, അവന്റെ പ്രീതിക്ക് വേണ്ടി, അവന്റെ റിലാക്ക് വേണ്ടി അല്ലാതെ ഒരു കർമ്മങ്ങളും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. അതോടൊപ്പം അള്ളാഹുവിന്റെ സൃഷ്ടികളോടും, അത് ഇബാദത്തിന്റെ കാര്യത്തിലും പ്രവർത്തനങ്ങളിലും വേണം എന്നതുപോലെ തന്നെ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് ഏറ്റവും നല്ല രൂപത്തിൽ, അതാണ് കശജറത്തിൻ തയ്യിബത്തിൻ അസ്ലുഹാ സാബിത്തും വഫർഉഹാ ഫിസ്സമാ തുഅതി ഉകുലഹാ കുല്ല ഹീരിൻ ബിഇദ്നി റബ്ബിഹാ എന്ന് പറഞ്ഞതിന്റെ പൊരുളും ആ ആദർശ പൊരുളാണ് നമ്മൾ നേടേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഉന്നതമായ ഒരു 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 ആദർശത്തിന്റെ പൊലിമയും മഹത്വവും അത് തിരിച്ചറിയാനും ആ മഹത്വം അല്ലെങ്കിൽ ആ ആദർശം ഉൾക്കൊള്ളാനും അത് ഉൾക്കൊണ്ട അംഗങ്ങളാൽ ആ ആദർശത്തിന്റെ മഹിമ അവരുടെ കർമ്മങ്ങളിലും സംസ്കാരത്തിലും അവരുടെ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും കണ്ടുകൊണ്ട് കൺകുളിർമയുണ്ടാകുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനുവേണ്ടി യോജിച്ച് മക്കളും കുട്ടികളും ഭാര്യയും ഭർത്താവും മാതാപിതാക്കളും ഒന്നിച്ച് ഒരു സംഘമായി അല്ലെങ്കിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി പരസ്പര പൂരകമായി പ്രവർത്തിക്കുവാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ മുത്തഖീങ്ങൾക്ക് ഇമാമാകുന്ന മാതൃക യോഗ്യമാകുന്ന ഒരു കുടുംബത്തെ വളർത്തിയെടുക്കാനും അതുവഴി ഒരു ഉന്നതമായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനും അങ്ങനെ ഉന്നതമായ ഒരു സമൂഹത്തിലൂടെ ഈ ലോകത്തെ മുഴുവനും തങ്ങളുടെ കീഴിലാക്കി അഥവാ ലോകത്തിന്റെ മുമ്പിൽ ഉത്തുംഗമായി തല ഉയർത്തി നിൽക്കുവാനുള്ള മഹാഭാഗ്യം ഉമ്മത്ത് മുഹമ്മദിന് അല്ലാഹു നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അയ്യുനിൻ وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.